ഒരു ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് വന്നു. ഒരു ഇൻറ്റീരിയർ സ്ഥലമാണ്. ഇന്ത്യ സ്ഥലത്ത് ഹെർട്ടിലാണ് അവരുടെ താമസം. ഇതുണ്ട്, ഇവിടെയുള്ള ആൾക്കാരാണ്. ഒന്നും ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ ഉണ്ടോ തീയൊക്കെ ഇടുവാണ് അവർ. ഹലോ, ഇത് ഇവിടുത്തെ പയ്യനാണ്. ഇവർ താമസിക്കുന്ന വീടാ. ഉണ്ടോ, തീ ഇടുകയാണ്. തണുപ്പാണ്. അതുകൊണ്ട് ഇവനൊക്കെ ഒന്ന് നോക്കുക. ഇവിടെ വേറെ പിള്ളേർ കുറേ പേരുണ്ട്. ഇവിടെയുണ്ട്. ചായ കുടിക്കാനാണ് എന്നോട് ചായ കുടിക്കാൻ അകത്തോട്ട് കയറാൻ പറയാണ്. ഇതുണ്ടോ, ഇവിടെ ഇരുന്ന് ഇവർ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ വിളിച്ച് വീട്ടിൽ കയറ്റി ഇവിടുന്ന് ഫുഡ് തരുവാണ് ഇവർ. പിള്ളേരൊക്കെ ഇവിടെയുണ്ട്. പിള്ളേരിന്ന് കളിക്കണമുണ്ടോ? നമുക്ക് ഒത്തിരി ഫുഡുണ്ട്. എന്നൊക്കെയാണെന്ന് അറിയില്ല. അതിൻ്റെ സ്വീറ്റ്സ് പോലെയുള്ള സാധനങ്ങളാണ്. ബ്രെഡ്, കുറേ പേരുണ്ട്. ഭയങ്കര ആതിഥ്യ മര്യാദയുള്ളവരാണ്. നമുക്ക് ചായ ഒക്കെ എടുക്കുവാണ്. അവർ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. പുള്ളിക്കാരി നിന്ന് അതുപോലെ ഫുഡ് കണ്ടോ, ഫുഡ് ഒത്തിരി ഫുഡുണ്ട്. എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. സ്പൂണൊക്കെ കൊണ്ടുവരുവാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല. എന്നെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്നോട് രാജേഷ് പറഞ്ഞത് സർവേഷ് തന്നെ ഒരു ഞാൻ കഴിക്കാനുള്ള ഇതെങ്ങനെ പൈസ ഇവര് ഇവരുടെ വീട്ടിൽ കഴിക്കുന്ന സാധനങ്ങൾ അവരുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് അവർ പങ്കുവെക്കുന്നു. അതാണ് അവരുടെ കൾച്ചർ. വേറെ കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മറ്റേ പുള്ളി പറഞ്ഞ നമ്മൾ അത് അവരെ അപമാനിക്കുന്നതിനൊന്നുമില്ല. Gel oturun lan. Sağ അതെ, ആ ബേബിച്ചേട്ടൻ ഒന്ന് പോയി വിളിച്ചോണ്ടാണേ. അല്ല എന്തെങ്കിലും ഷുഗറും കുറഞ്ഞു വരൂ. ജാക്കറ്റ് കൊടുത്തു. One, yeah, in the car. You have an umbrella? Umbrella. ആ കോട്ട് ഇട്ടുണ്ട് അല്ലേ? One. September. Не понимаю, не понимаю. Ням-ням, давай. Yes. This old man. One go and pick up. Yeah, in the car. Driver. One guy in the car. പോയി വിളിച്ചോണ്ട് വരാൻ നമ്മൾ പറയുന്നത്. He's old man. Old man. Короче, askerim dedi de bana dedi. Oğlum vakat etmez bize. Muntahe be. Be taşta bu nimle. ഉണ്ടാക്കി കൊണ്ടുപോവാണേ.
താങ്ക് യു. കണ്ടോ നല്ല ചൂടൻ ചായ കിട്ടി. മഴ പെയ്യുമായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഒരു ഭയങ്കര ആയത്ത മര്യാദയാണേ. ഉണ്ടോ എല്ലാവരും ചായ കൊണ്ടുതന്നെ. ഈ ചേച്ചിയുടെ ഡ്രസ്സ് നല്ലതാണ്. നല്ല റെഡ് കളറുള്ള ഡ്രസ്സ്. പിള്ളേരെല്ലാവരും ഉണ്ട്. ആ അവൾക്ക് ഇംഗ്ലീഷ് അറിയാലോ. എല്ലാവരും ഭയങ്കര സന്തോഷമാണ് ഇവർക്ക്. ഉണ്ടോ ഈ ബണ്ണ് പോലത്തെ സാധനമൊക്കെയാണ്. എനിക്ക് കുറേ നല്ല വിശന്നിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഈ സാധനങ്ങൾ കിട്ടണേ. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇതുണ്ടോ ഇത് ഈ സാധനം നമുക്ക് ഇവർ തന്ന ഫുഡാണ്. ഇത് പൊട്ടറ്റോയും വെജിറ്റബിളും തക്കാളി, ക്യാരറ്റ്, ഹോൾസ് മീറ്റ് ഇതൊക്കെ ഇട്ടതാണ്. ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ബണ്ണ് നല്ല നാച്ചുറൽ ഹണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇതുണ്ട് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ സർലാസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മയണൈസ് പോലെ ഒരു സാധനമാണ്. മയണൈസ് പോലെ എന്തോ ഒരു നമ്മുടെ പക്കാവടയൊക്കെ പോലെ ഉള്ള ഒരെണ്ണമാണ് ഇത്. നല്ല ടേസ്റ്റാണ്. പിന്നെ കുറേ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഈ വീഡിയോ അവരെടുത്തതാണ്. പുള്ളിക്കാരുടെ കയ്യിലും ഐഫോണാണ്. അതുകൊണ്ട് എയർ ഡ്രോപ്പ് ചെയ്ത് തന്നു എനിക്ക്. അവർ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഈ ഇതിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ സ്ക്രീൻ അല്ല. അതാണ് അതിൻ്റെ അകത്തെ പ്രോബ്ലം. ഇവിടുത്തെ കുഞ്ഞു കൊച്ചാണ് ഇത്. അതുപോലെ എനിക്ക് ഐഫോണിൽ അവരുടെ ലാംഗ്വേജിലാണ് തന്നെ. പക്ഷെ എന്നാൽ പോലും നമുക്ക് എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു പുള്ളിക്കാരിനെ. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ അവരെടുത്തത് എനിക്ക് ഇതിൻ്റെ തൊട്ട് ട്രാൻസ്ഫർ ചെയ്ത് തന്നു കേട്ടോ. അവരുടെ ലാംഗ്വേജിലാണത് കാണിക്കുന്നത്. എന്നാലും ഏകദേശം സൈനൊക്കെ ഞാൻ നോക്കി കുറച്ച് ട്രാൻസ്ഫർ ചെയ്തെടുത്തു. പിന്നെ അവരെടുത്തത് ഈ യൂട്യൂബിലിടാൻ പറ്റുന്ന ഒരു ഫുൾ ഇതിലല്ല എടുത്തത്. ഫോണിങ്ങനെ ക്രോസ് പിടിച്ചല്ല എടുത്തത്. അതിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇത് ഇടാൻ പറ്റുന്നില്ല വീഡിയോസ് പ്രോപ്പറായിട്ട്. ഇതുണ്ടോ അവർ താമസിക്കുന്ന സ്ഥലം കണ്ടോ എന്ത് മനോഹരമാണെന്ന് കണ്ടോ. ചുറ്റും മലനിരകളൊക്കെ ആയിട്ട്. ഇവിടെ പശുവിനെയും കുതിരേനെയും ഒക്കെ മേച്ചാണ് ഇവർ ജീവിക്കുന്നത്. കുറേ പശുവുണ്ട് ഇവർക്ക്. നമ്മൾ വന്ന വഴിക്ക് കണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് മെയിൻ റോഡിലോട്ട് പോകണം. മെയിൻ റോഡിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കുന്നേൽ നിന്നാൽ കാണാം നമുക്ക് റോഡ്. അത് പണിത് നടന്നുകൊണ്ടിരിക്കുക. ചൈന പണിയുന്നതാണ്. കാരക്കോര ഹൈവേ ആയിട്ട് പണിയുന്നതാണ്. ചൈന ഒത്തിരി റോഡുകൾ പണിയുന്നുണ്ട്. പഴയ സിൽക്ക് റൂട്ടാണ് ചൈന പണിയുന്നത്. അവർ ടാറ്റയൊക്കെ തന്നു. അങ്ങനെ നമ്മൾ പോവുകയാണ്. അവിടുന്ന് പോരുവാണ്. അവിടെ നിന്ന് ഇറങ്ങി കിർഗിസ്ഥാൻ്റെ ഉൾനാടുകളിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത്. കുന്നും മലകളും എല്ലാം നിറഞ്ഞ ഉൾപ്രദേശമാണിത്. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ കൃഷി ചെയ്താണ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുതിരേന് തീറ്റയും പശുവിന് തീറ്റയും ആണ് അവരുടെ ഉപജീവനം കഴിയുന്നത്. പുതിയ ഹൈവേ പണിതാണിത്. നല്ലൊരു ഹൈവേ ആണ്. ഇവിടെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. നമ്മളൊക്കെ ജാക്കറ്റ് ഇടേണ്ട വന്നു. ഏകദേശം ഒരു 12-13 ഡിഗ്രിയൊക്കെ ഉള്ളൂ. അങ്ങ് കണ്ണെത്താ ദൂരത്ത് മലനിരകളാണ് രണ്ട് സൈഡും. അതിൻ്റെ ഒരു വാലിയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതുപോലെയുള്ള പ്രദേശങ്ങളാണ് ഫുള്ള് രണ്ട് സൈഡിലും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളുണ്ട്.
അങ്ങനെ കിർഗിസ്ഥാനിലെ ഈ സ്കൂളിലെ നോമാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടോടികൾ പോലെ ഉള്ള ആൾക്കാരുടെ ക്ഷണവും സ്വീകരിച്ച് അവരുടെ വീട്ടിൽ പോയി ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കിർഗിസ്ഥാൻ്റെ ഉൾപ്രദേശത്തുകൂടി യാത്ര തുടരുകയാണ്. ഇതൊരു മിനി സ്വിറ്റ്സർലൻഡ് പോലെയാണ് ഈ പ്രദേശമൊക്കെ. നല്ല തണുപ്പ്, അതായത് ഒരു 18-19 ഡിഗ്രിയൊക്കെയാണ് ഇവിടുത്തെ തണുപ്പ്, 20 ഡിഗ്രിയൊക്കെ. അതുപോലെ ഇതുണ്ട്, മേഘമൊക്കെ ഉണ്ട്, ഇറങ്ങി ഇങ്ങനെ നിലം മുട്ടി നിൽക്കണ പോലെ ഫീൽ ചെയ്യും. മലകളെ ഇങ്ങനെ തഴുകി നിൽക്കും പോലെ